സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇതുവരെ 26 മരണം സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. 11 അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 4 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. കാർഷിക മേഖലയിൽ മാത്രം 67.44 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടമുണ്ടായി. വെള്ളപ്പൊക്ക ദുരിതത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഒരു 67.44 കോടി രൂപ ഇപ്പോഴത്തെ പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് നഷ്ടമുണ്ടായിട്ടുണ്ട്. 67.44 കോടി രൂപയാണ് പ്രാഥമിക റിപ്പോർട്ട് നാശനഷ്ടങ്ങളിൽ. ഫൈനൽ റിപ്പോർട്ട് വരുമ്പോൾ കുറച്ചുകൂടി കൂടും. ഇപ്പോൾ ഉള്ളത് ടോട്ടൽ നാശനഷ്ടം 1882 ഹെക്ടർ സ്ഥലത്താണ് കൃഷിനാശം ഉണ്ടായിരിക്കുന്നത്. കൃഷിനാശത്തിൻ്റെ ക്രോപ്പ് ഏരിയ ഡാമേജായിട്ടുള്ളത് അത് 23,537 കർഷകരെ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ കൂടി. അതോടൊപ്പം രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. രാജേഷിന്റെ പൂർത്തിയാകാത്ത വീടിന്റെ നിർമ്മാണം സർക്കാർ ഏറ്റെടുത്ത് പൂർത്തിയാക്കി നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വദേശിയും ദുരന്ത രക്ഷാപ്രവർത്തന പരിശീലകനുമായ രാജേഷിന്റെ വിയോഗം വേദനാജനകമാണ്. മുൻപും പ്രളയകാലത്ത് അദ്ദേഹം ഈ ദുരന്ത മുഖങ്ങളിലെല്ലാം